അപ്പൊ ഗൈസ് കിന്നത് എഗെയിൻ പാലക്കാട് നിന്ന് എറണാകുളത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമല്ലോ. അപ്പൊ വേറൊന്നല്ല ഗൈസ്, അവൾക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഓൾറെഡി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചതാ, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഇവിടുത്തെ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എഗെയിൻ രാവിലെ തന്നെ വീണ്ടും ഒരു കട്ടൻ ചായ കുടിക്കുക കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സും കമ്മലും സംഭവങ്ങളും എല്ലാം ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രതീക്ഷിക്കാവുന്ന ഗൈസ്. ബിക്കോസ് അവളുടെ ഡ്രസ്സ് എന്ന് വെച്ചാൽ എന്റെയും കൂടി ഡ്രസ്സാണ് ഗൈസ്. പിന്നെ എനിക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ് തരാനായിട്ട് അവൾ എനിക്ക് കുറച്ച് നബാട്ടയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഗൈസ്. അത് പോരാണ്ടെങ്കിൽ ഫുഡൊക്കെ വിളമ്പി തന്നു. ഞാനിവിടെ വന്നിട്ട് ഓൾറെഡി 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തിരിച്ചു പോണ ദിവസമായിരുന്നു. അങ്ങനത്തെ വൈകുന്നേരം 5 മണിയായപ്പോൾ ഞാൻ സ്ഥിരം പോണ ബസ് ഇവിടെ കാത്തിക്കണേന്, പക്ഷെ ആ ബസ് ഒന്നും വന്നില്ല. പിന്നെ ഞാൻ തിരിച്ചറിയുന്നത് ഞായറാഴ്ചയെന്ന്. അങ്ങനെ പിന്നെ വിചാരിച്ച റിട്ടേൺ ഓട്ടോന്ന് വരാനതാകുമ്പോൾ നമുക്ക് 10 രൂപ എടുത്താൽ മതി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് 2 കൊറിയറും വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്റെ സബ്സ്ക്രൈബർ അയച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഇതിന്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കേട്ടോ. പിന്നെ എനിക്കൊരു ഓർഡർ ഇട്ടുണ്ടായിരുന്നു, ബട്ട് അത് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ മെഷീൻ പണി വന്നിരിക്കുന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നേ. ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു അറിയാട്ടെ ഗൈസ്.